satisfaction of God. It is nothing. No person, in fact, മറ്റുള്ളവരെ പറ്റി എനിക്ക് പറയേണ്ട ആവശ്യമില്ല. My particular aspect, I am very clear that nothing is run by me. It's everything by the grace of God. He is very, very clearly, he is behind every aspect of it. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ അതിന് നമ്മളെ കൊണ്ട് എത്തിക്കുന്നതും ദൈവം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആകസ്മികമായി നമ്മളൊരു ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുക, നമ്മൾ ആഗ്രഹിച്ച വേറൊന്ന്, സംഭവിക്കുന്ന മറ്റൊന്ന്, ഇതിനെല്ലാം നമ്മളെ നിയന്ത്രിക്കുന്ന നമ്മുടെ നിയന്ത്രണാതീത സർവേശ്വരൻ. ആ സർവേശ്വരൻ എത്രമാത്രമാണ് വിശ്വാസം? 101 അത് അങ്ങനെ വെക്കുകയാണെങ്കിൽ വളരെ താങ്കളുടെ ഒരു ലൈഫ് സ്റ്റോറി എഴുതിയെടുക്കുകയാണെങ്കിൽ വളരെ വളരെ ഹാപ്പി പ്ലസന്റ് ഫേസാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെ നേരിടാനുള്ള ഒരു കരുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ പുഞ്ചിരിയോടെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു. ഇതിൻ്റെ രഹസ്യം എന്താണ്? ലൈഫ് നീഡ്സ് ടു ബി ടേക്കൻ ഇൻ എ സിമ്പിൾ വേ. താഴെ തട്ട് എന്നുള്ളൊരു സാധനം, ഗ്രൗണ്ട് റിയാലിറ്റീസ് ഉള്ള സാധനത്തിനെ ആക്സെപ്റ്റ് ചെയ്യുക. വാട്ട് ഈസ് ഗ്രൗണ്ട് റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ആക്സെപ്റ്റൻസിൽ പിന്നെ ഏതൊരു വ്യക്തിയും ആ ആക്സെപ്റ്റൻസിൽ കൂടിയിട്ട് പോയാൽ മേലത്തെ പോക്ക് വളരെ വളരെ സ്മൂത്തായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നും ഒരു വർക്കറാണ്. ഇന്നും ഐ ആം എ വർക്കർ, ടു ബി വെരി ഫ്രാങ്ക്. ഐ ആം എ വർക്കർ. വിദ്യാർത്ഥിന്നപ്പുറം എൻ്റെ ഇവിടെ കൂലിപ്പണിക്കാറുണ്ട്, ആ കൂട്ടത്തിൽ ഞാൻ ഇന്നുള്ളൂ. ബിക്കോസ് ഐ ആം എ പാർട്ട് ഓഫ് ദ വർക്ക്. അവർ ചെയ്യുന്ന ജോലിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ. ഒരു തൊഴിലാളികൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ അവരാണ് നമ്മുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഒരു തൊഴിലാളി മുതലാളി ബന്ധം എന്ന് പറയുന്നത് അത് എത്രത്തോളമാണ് താങ്കളുടെ സ്ഥാപനത്തിൽ, എത്രത്തോളമാണ് ആ ബന്ധത്തെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് താങ്കൾ ആസ് എ ഹ്യൂമൻ ബീങ്? This aspect I won't be able to answer because this you'll have to ask my workers. What they feel about me. എന്താണ് അവർക്ക് മറ്റും ഈ നേരത്തെ പറഞ്ഞ പോലെ പടച്ചോൻ്റെ പൊരുത്തം ആശിക്കുന്ന എൻ്റെ ഈ ശരീരത്തിന് ഇവരെ വെറുപ്പിച്ചിട്ടോ ഇവരെ പിന്നെ ഇവർക്ക് സമാധാനം കൊടുക്കാതെ എനിക്ക് ഒരു നേട്ടമല്ല. ആ പൊരുത്തം പൂർണ്ണമായി ഉൾക്കൊണ്ടാണ് ജീവിതം എന്ന് പറയുന്നത്. അതാണ് ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഒരു ഉദ്ദേശവും ഇന്നോളുള്ള നീക്കവും. ഈ അറിയാതെ വന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും ഈ പറയുന്ന അറിയാതെ വന്നു എന്ന് പറഞ്ഞിട്ടിങ്ങനെ കണ്ണ് ചിമ്പി നിൽക്കുന്നവനല്ല. ഇനിയിപ്പോൾ പടച്ചോൻ തന്ന അനുഗ്രഹത്തിന് ശുക്ർ ചെയ്തും കൊണ്ട് പടച്ചോൻ ഈ അനുഗ്രഹം തരുമ്പോൾ കുറച്ച് ബുദ്ധിക്ക് കുറച്ച് ശക്തി കൂടുതൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള വർഷങ്ങളിൽ അള്ളാഹ് ആയുസ്സിനെ തന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിപൂർവ്വം ഈ പറയുന്ന അറിയാതെ വന്നു എന്നുള്ള വാക്കുകൾ ഒഴിവാക്കി കുറച്ചും കൂടി ഫോക്കസ്ഡായിട്ട് ലോങ് ടേം പ്ലാൻ വെച്ചിട്ട് ഓരോന്നോരോന്ന് വിലയിരുത്തിക്കൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ ഇനി ജീവിക്കണം എന്നുള്ള അത് കുറച്ച് കുറവാണ്. പ്രാക്ടിക്കൽ റിയാലിറ്റി ഐ ആം ബിലീവ് ഇൻ റിയാലിറ്റി. ഇന്നത്തെ സമൂഹത്തിൽ കാരണം താങ്കൾ ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ആളാണ്. ഏത് മേഖലയിലെടുത്ത് നോക്കുമ്പോൾ ഒരുപാട് പാണ്ഡിത്യമുള്ള ആളാണ്. മേഖല ബിസിനസ് ആയിക്കോട്ടെ, നമ്മുടെ ജീവിതം എന്ന മേഖല ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും പുതുതായിട്ട് നമ്മുടെ ഈ ബിസിനസ് രംഗത്തേക്ക് വരുന്ന ഒരു എൻ്റർപ്രണർക്ക്, ഒരു ബിസിനസ് മാന് താങ്കളുടെ ജീവിതാനുഭവം കൊണ്ട് ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരനാവാൻ താങ്കൾ നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം എന്തായിരിക്കും? ലക്ഷ്യബോധമുണ്ടാക്കുക, മനസ്സിൻ്റെ ഉള്ളിൽ ലക്ഷ്യബോധം ഉണ്ടാക്കുക, നല്ലോണം അധ്വാനിക്കുക, ഗ്രാസ് റൂട്ടിൽ നിൽക്കുക, ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ നിൽക്കുക. ഇന്ന് സാധിക്കുന്ന ഒരു ചുറ്റുപാടല്ല മാത്രം ഇനിയുള്ള ദിവസങ്ങളിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ എല്ലാ തട്ടിലുള്ള നമ്മളെ അണ്ടറിലുള്ള ആൾക്കാരുമായിട്ടുള്ള പിന്നെ ആ ഒരു സെറ്റപ്പിൽ മുന്നോട്ട് പോവുക, കൺസിസ്റ്റൻസി കാണിക്കുക.
പിന്നെയുള്ള നല്ല ക്വാളിറ്റി, ഓണസ്റ്റി, ജനങ്ങളായിട്ടുള്ള നല്ല സമ്പർക്കം, ഇമാതിരിയുള്ള ക്വാളിറ്റീസ് നിലനിർത്തിക്കൊണ്ട് ആര് പോയാലും നേരത്തെ പറഞ്ഞ പോലെ സക്സസ് പിന്നിൽ വരും, ഓട്ടോമാറ്റിക്കലി വരും. പഠിച്ചോൻ എന്താണെന്നാണ് പഠിച്ചോൻ അനുഗ്രഹിക്കുന്ന കാര്യം. ഇതെല്ലാം പഠിച്ചോൻ അനുഗ്രഹിക്കും. ഓട്ടോമാറ്റിക്കലി ഈ അനുഗ്രഹം, പഠിച്ചോൻ്റെ അനുഗ്രഹം എത്തുന്ന സ്ഥലത്ത് സക്സസ് ഉണ്ടാവും. നമ്മൾ അതിനുള്ള പാത ഉണ്ടാക്കുക. അത് നന്മയുടെ പാതയായിരിക്കും. വളരെ സന്തോഷം. തിരക്കേറിയ ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം കണ്ടെത്തി ഒരുപാട് നന്ദി. അദ്ദേഹത്തിൻ്റെ കരുത്ത്, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പടച്ചവന് പൊരുത്തപ്പെട്ടുള്ള ജീവിതമാണ്. ഈ ലോകത്ത് ഏത് മനുഷ്യനും ദൈവത്തിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് വിജയിക്കാൻ കഴിയുമെന്നുള്ളത് അതിൽ യാതൊരു തർക്കവുമില്ല, അതിൽ യാതൊരു മാറ്റവുമില്ല. ജനാബ് മുഹമ്മദ് ഇക്ബാലിൻ്റെ ജീവിതം നൽകുന്ന ഒരു പാഠവും അതുതന്നെയാണ്. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സർവ ഐശ്വര്യവും സമാധാനവും ആരോഗ്യവും സർവീശ്വരൻ അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്: ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.